അരുൺ, ഇപ്പോഴും എനിക്കത്ര വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ പ്രേക്ഷകർക്കോ അരുണിനോ വന്നിട്ടുണ്ടോ എന്നതറിയില്ല. ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ റിപ്പോർട്ടറിൻ്റെ വായടപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ബിസിനസ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകാം, അതിനൊന്നും ആർക്കും തർക്കമില്ല. ഒരു സമയത്ത് പറയുന്നുണ്ട് സർക്കാർ സംവിധാനമാണ് ഇവിടേക്ക് എത്തിച്ചത്, താൻ സ്പോൺസറാണ് എന്ന് ആൻഡോ പറയുന്നുണ്ട്. അതേസമയം എന്തുകൊണ്ട് ആ സർക്കാർ ക്ലാരിറ്റി വരുത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് സർക്കാരിനോട് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇത്തരം മറുപടികളും വലിയ തോതിൽ ആശയക്കുഴപ്പം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പക്ഷേ ആൻഡോ പറയുന്നതിൽ ഒന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്, അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി കൃത്യമായ ധാരണയും എഗ്രിമെൻറ്റും ഉണ്ട് എന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയൊരു ധാരണയില്ല എന്നുമാണ്. തീർച്ചയായിട്ടും റിപ്പോർട്ട് കാതൽ തന്നെ അതാണ്. ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണമില്ലാതെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സ്വകാര്യ വ്യവസായിയുടെ, ഒരു സ്വകാര്യ കമ്പനിയുടെ നീക്കങ്ങൾക്ക് കൂട്ടുനിന്നു. എന്ത് ധനവകുപ്പിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റപ്പെടുത്തലൊക്കെ അതാണ്. കാരണം ഇവിടെ ഫെമ നിയമലംഘനം, വിദേശ നാണയ ചട്ടപ്രകാരമുള്ള ലംഘനത്തിന് സാധ്യതയുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടയുണ്ട്. എന്നിട്ടും ഈ കമ്പനിയുടെ സ്രോതസ് എന്താണ്, ഈ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിരത എന്താണ്, എവിടെ നിന്ന് ഇവർക്ക് പണം എത്തുന്നു തുടങ്ങിയ ഒരു കാര്യവും അന്വേഷിക്കാതെ സർക്കാർ വകുപ്പുകൾ കൂട്ടുനിന്നു ഈ കമ്പനിക്ക് വേണ്ടി എന്നുള്ളത് തന്നെയാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലും ആരോപണവും ഒക്കെ. സ്വാഭാവികമായും ആൻഡോ അഗസ്റ്റിനെ അദ്ദേഹം രാഷ്ട്രീയ ആരോപണമായി കൂടി ഉന്നയിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനം VD സതീശനെതിരായ നിലപാടുകൾ പലപ്പോഴും ശക്തമായി എടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അത് തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പും ആ നിലപാട് തന്നെയാണ്. കോൺഗ്രസിനെതിരെയും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ബഹിഷ്കരിച്ച ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി അവർ അധികാരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ പലപ്പോഴും CPM-ന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ആരോപണമൊക്കെ നേരിട്ടൊരു ചാനൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യാൻ, അവരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ ആരോപണം. പക്ഷേ ഇപ്പോഴും ഈ റിപ്പോർട്ടിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇത് രാഷ്ട്രീയമെന്ന് അദ്ദേഹത്തിന് ആരോപിക്കാം, വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആരോപിക്കാം. പക്ഷേ അപ്പോഴും ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്, പൊതുമധ്യത്തിലുള്ളത് ഈ ഇടപാടുകളെല്ലാം കൃത്രിമമാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെഷ്യൽ സെക്രട്ടറി, സർക്കാർ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ആധികാരിക രേഖയായി നമുക്ക് മുന്നിലുള്ളത്. അതിനപ്പുറത്തേക്കുള്ള രേഖകൾ ആൻഡോ അഗസ്റ്റിൻ പുറത്തുവിടുന്നു പറയുന്നു. പക്ഷേ അത് പൊതുമണ്ഡലത്തിലില്ല. പൊതുമണ്ഡലത്തിലുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഈ സർക്കാർ രേഖകൾ തന്നെയാണ്. അവിടെ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ N പ്രശാന്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ആരോടുള്ള പ്രതികാരം തീർക്കാനുള്ള നീക്കമാണോ? അദ്ദേഹം ദീർഘനാൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പുറത്ത് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആ സർക്കാരിനോടും അന്നത്തെ മുഖ്യമന്ത്രിയോടും അടക്കം രാഷ്ട്രീയ വൈരാഗ്യം അല്ലെങ്കിൽ വൈരാഗ്യം തീർക്കലാണോ? അതിനപ്പുറത്തേക്ക് വസ്തുതകളുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായും അന്വേഷണം ഉണ്ടാകും. ഏതായാലും GST-യുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ SIT രൂപീകരിച്ചത് ഈ ആൻഡോ അഗസ്റ്റ് കമ്പനിക്കെതിരെ കൂടി GST വെട്ടിപ്പിൽ അന്വേഷണം നടക്കുകയാണ്. ഇതിലും ഈ വിഷയത്തിലും വൈകാതെ അന്വേഷണം പ്രഖ്യാപിച്ചേക്കാം. മുഖ്യമന്ത്രി മുമ്പിൽ റിപ്പോർട്ട് വന്നു. നാളെ മന്ത്രിസഭായോഗം ചേർന്നൊരു പക്ഷേ മന്ത്രിസഭായോഗം റിപ്പോർട്ട് പരിഗണിച്ചേക്കാം. അല്ലെങ്കിൽ അതിനുശേഷം വിശദമായി പഠിച്ച ശേഷം മറ്റ് നിയമ നടപടികളിലേക്കും പോയേക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IT വകുപ്പും ഉൾപ്പെടെ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ശുപാർശയാണ് N പ്രശാന്ത് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ക്ലിയറായി വളരെ വ്യക്തമായി തന്നെ പ്രേക്ഷകരോട് പറയുന്നത്, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കും എന്നുള്ളത്. നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് ഫുട്ബോൾ ആരാധകർ ഉള്ളതാണ്. ഒരു പക്ഷേ ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഉൾപ്പെടെ ആ ഇടത് സർക്കാരിലേക്ക് എത്തുമായിരുന്നു എന്നതിനും സംശയമില്ല. അവിടെയാണ് ഈ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ആ ഘട്ടങ്ങളിൽ എന്നാൽ പിന്നീട് ഇതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ല എന്ന് സർക്കാർ പറഞ്ഞ് ഒഴിയുകയും അത് സ്പോൺസർഷിപ്പ് കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ ആ സ്പോൺസർഷിപ്പ് കമ്പനിയുടെ നടത്തിപ്പുകളിൽ, പണ ഇടപാടുകളിൽ അവ്യക്തതയുണ്ട് എന്നും സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കബളിപ്പിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ ചെയ്തത് എന്നുമുള്ള റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇതിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്? അതായത് സ്പോൺസർഷിപ്പ് കമ്പനി എല്ലാ രേഖകളും കൃത്യമായി തന്നെ സംഘടിപ്പിച്ച് ചട്ടങ്ങൾ പാലിച്ച് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ ഈ നീക്കങ്ങളുമായി മുന്നോട്ട് പോയത്? അതല്ല, ഈ നിലപാടുകളിൽ അല്ലെങ്കിൽ രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.